നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 511th day. ടുഡേ പ്രഥമസ്കന്ധ ഫസ്റ്റ് ചാപ്റ്റർ 5th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 511 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ത ഏകതാതുമുനയ പ്രാതർഹുദഹുദാഗ്നയ സത്കൃതം സുതമാസീനം പപ്രച്ചുരിതമാദരാത്. ഓം തത്സത്. ത ഏകതാതുമുനയ പ്രാതർഹുദഹുദാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രച്ചുരിതമാദരാത്. ഓം തത്സത്. പറയുകയാണ്, ഒരു ദിവസം രാവിലെ മുനിമാർ സ്നാനാദി കർമ്മങ്ങൾ ചെയ്ത് നിത്യ അഗ്നിഹോത്രവും ഒക്കെ ചെയ്ത ശേഷം സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സൂതൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തെ സൽക്കരിച്ച ശേഷം ഇപ്രകാരം ചോദിച്ചു. ശ്രീമദ് മഹാഭാഗവതം ശൗനകാദികളോട് സൂതൻ പറഞ്ഞു കൊടുക്കുന്നത് മാതിരിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സൂതനും ഉണ്ടായിരുന്നു. അത് കേട്ട് സൂതനും ശ്രീമദ് മഹാഭാഗവതം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ കലികാലത്ത് നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനകാദികൾ 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം ആരംഭിച്ചപ്പോൾ സൂതൻ അവിടെ എത്തിച്ചേരുകയും സൂതനോട് കലികാലദോഷമില്ലാതിരിക്കാൻ ഏത് കഥയാണ് കേൾക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീമദ് മഹാഭാഗവതമാണ് അതിന് അത്യുത്തമം എന്ന് പറഞ്ഞിട്ട് ശ്രീമദ് മഹാഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് സന്ദർഭം. അങ്ങനെ ശൗനക സംവാദമായിട്ടാണ് ആരംഭിക്കുന്നത്. അതിനുള്ളിൽ സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം, സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം, ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെ ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം സമ്പൂർണ്ണമാകുന്നത്. മുഴുവൻ സംശയങ്ങളും സംശയ നിവൃത്തികളുമാണ് നമ്മുടെ ഈ മഹാഗ്രന്ഥത്തിൽ ഉള്ളത്. ഇപ്പോൾ ശൗനകാദികൾ അവരുടെ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് രാവിലെ ഹുദാഗ്നയ, അതായത് ഹോമിക്കപ്പെട്ട ഹോമാഗ്നികളോട് കൂടിയ ആ മുനിമാർ ഏകത ഇരിക്കുന്ന, അതായത് ഒറ്റയ്ക്ക് സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ആ സൂതൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു. പപ്രച്ചു എന്ന് പറഞ്ഞാൽ ചോദിച്ചു. പപ്രച്ചു ഇതം ആദരാത്. ചോദിച്ചു ഇപ്രകാരം ആദരവോടുകൂടി എന്നാണ് പറയുന്നത്. സത്കൃതം എന്ന് പറഞ്ഞാൽ സൽക്കരിക്കപ്പെട്ട, ആസീനം നന്നായി ഇരിക്കുന്ന, സുഖമായി ഇരിക്കുന്ന ആ സൂതൻ്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം ശൗനകാദികൾ ചോദിച്ചു. ശൗനകാദികൾ 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് സൂതൻ പറയുന്ന മറുപടികളും പിന്നീട് അതിൻ്റെ ഉള്ളിൽ ഓരോ കഥയും വിശദീകരിക്കുവാൻ, എല്ലാ കഥയുമൊന്നും വിശദീകരിക്കുന്നില്ല, ചിലതൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളത് പരീക്ഷിച്ച് വിശദീകരിക്കാൻ പറയുകയും അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി വിശദീകരിക്കുകയും ആ കഥയ്ക്കുള്ളിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ
ആ കഥാപാത്രങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സമ്പൂർണ്ണമായിട്ട് മഹാഭാഗവതം. അത് ഓരോ മനുഷ്യനെയും ഉയർത്തുവാനായിട്ടുള്ള സംവാദമാണ് എന്ന് മനസ്സിലാക്കണം. ആ സംവാദത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരാർത്ഥം താത്വികമായിട്ട് ഓരോ മനുഷ്യനെയും ആ ഭഗവൻ സാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുക എന്നത് മാത്രമാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ത ഏകധാതുമുനയ പ്രാതർഹുതഹുതാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രച്ചുരിതമാദരാത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.